കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ദോശ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 സവാളയും 2 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും മല്ലിയിലയും കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 4 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ച് നമുക്ക് ദോശ പോലെ നന്നായി പരത്തി ചുട്ടെടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് മസാല ദോശ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.